ആണവോർജ്ജ പ്രവർത്തനങ്ങളിൽ ഇനി ഒരടി പോലും പിന്നോട്ടില്ലെന്ന സൂചനയുമായി ഇറാൻ. റഷ്യയുമായി സഹകരിക്കാനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചാണ് ഇറാൻ ഇത് സംബന്ധിച്ച സൂചനകൾ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. 8 ആണവ നിലയങ്ങൾ നിർമ്മിക്കാനുള്ള പദ്ധതി ഉൾപ്പെടെ 2040 20 ജിഗാവാട്ട് ആണവോർജ്ജ ശേഷി ഇറാൻ കൈവരിക്കും. അതിനായി റഷ്യയുമായി ഉഭയകക്ഷി സഹകരണ കരാറുകളിൽ ഒപ്പുവെക്കും. കരാർ ചർച്ചകൾ നടന്നു കഴിയുകയും ചെയ്തു. ഒപ്പുവെക്കൽ കൂടി കഴിഞ്ഞാൽ ഞങ്ങൾ പ്രവർത്തന ഘട്ടങ്ങളിലേക്ക് കടക്കും. ഇതാണ് ഇറാന്റെ ആണവോർജ്ജ സംഘടനയുടെ തലവൻ മുഹമ്മദ് ഇസ്ലാമി വ്യക്തമാക്കിയിരിക്കുന്നത്. റഷ്യൻ സന്ദർശന വേളയിലായിരുന്നു ഇസ്ലാമി പുതിയ സഹകരണത്തിന്റെ സൂചനയും നൽകിയത്. കരാർ സംബന്ധിച്ച് റഷ്യയുമായി സംസാരിച്ചു കഴിഞ്ഞുവെന്നാണ് ഇസ്ലാമി മോസ്കോയിൽ വെച്ച് ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയയോട് പറഞ്ഞത്. ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇറാന് വീണ്ടും ഉപരോധം ഏർപ്പെടുത്തണോ വേണ്ടയോ എന്ന് ഐക്യരാഷ്ട്രസഭ പരിഗണിക്കുന്നതിനിടെയാണ് ഈ നീക്കം. ഇറാനെതിരായ ഉപരോധങ്ങൾ എന്നേക്കുമായി പിൻവലിക്കാനുള്ള കരട് പ്രമേയം 15 അംഗ UN സുരക്ഷാ കൗൺസിൽ നേരത്തെ നിരസിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ ആണവ പദ്ധതികളിൽ റഷ്യയോട് സഹകരിക്കാനുള്ള ഇറാന്റെ നീക്കമെന്നാണ് ശ്രദ്ധേയം. സമീപ വർഷങ്ങളിൽ ഇറാനും റഷ്യയും തമ്മിലുള്ള രാഷ്ട്രീയ, സൈനിക, സാമ്പത്തിക ബന്ധങ്ങൾ കൂടുതൽ ശക്തമായിട്ടുണ്ട്. ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട് റഷ്യയുമായുള്ള ഉഭയകക്ഷി കരാറുകളിൽ ഒപ്പുവെക്കുന്നതോടെ നിലവിലെ ബന്ധം ദൃഢമാകുമെന്നും പുതിയ പദ്ധതികൾ ഉണ്ടാകുമെന്നുമാണ് ഇറാന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ ഇസ്ലാമി പറഞ്ഞിരിക്കുന്നത്. നിലവിൽ വലിയ വൈദ്യുതിക്ഷാമം നേരിടുന്ന ഇറാന് 1 ജിഗാവാട്ട് ശേഷിയുള്ള ഒരു ആണവ നിലയം മാത്രമേ ഉള്ളൂ. ഇറാനിലെ ബുഷേറിലുള്ള ഈ ആണവ നിലയം നിർമ്മിച്ചതും റഷ്യയാണ്. തങ്ങളുടെ മേൽ ഏർപ്പെടുത്തിയ ഏതൊരു ഉപരോധത്തെയും ഇറാൻ മറികടക്കുമെന്നും ആണവശേഷി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുമെന്നും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയൻ നേരത്തെ തന്നെ പ്രതിജ്ഞയെടുത്തിരുന്നു. ഈ പശ്ചാത്തലത്തിൽ റഷ്യയുമായി ആണവ പദ്ധതികളിൽ സഹകരിക്കാനുള്ള ഇറാന്റെ നീക്കത്തിന് വലിയ പ്രാധാന്യമുണ്ട്. നിലവിൽ റഷ്യയുടെയും ചൈനയുടെയും പിന്തുണ ഇറാനുണ്ടെങ്കിലും UN നേതൃത്വത്തിലുള്ള ഉപരോധങ്ങൾ വീണ്ടും കൊണ്ടുവരാൻ ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി എന്നീ രാജ്യങ്ങളുടെ ശ്രമങ്ങൾ ഇറാന് തിരിച്ചടി തന്നെയാണ്. ആയുധ ഉപരോധം ഏർപ്പെടുത്തുക, യുറേനിയം സമ്പുഷ്ടീകരണവും പുനഃസംസ്കരണവും നിരോധിക്കുക, ആണവായുധങ്ങൾ എത്തിക്കാൻ കഴിവുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടുന്ന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുക, ആഗോള ആസ്തികൾ മരവിപ്പിക്കുക, ഇറാനിയൻ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും യാത്രാ വിലക്കുകൾ ഏർപ്പെടുത്തുക എന്നിവയാണ് ഇറാന് മേൽ ചുമത്താൻ UN നിർദ്ദേശിച്ച ഉപരോധത്തിന്റെ ഭാഗമായുള്ള നിയന്ത്രണങ്ങൾ. 2015 ജോയിന്റ് പ്ലാൻ ഓഫ് ആക്ഷൻ പ്രകാരം യുറേനിയം അല്ലെങ്കിൽ പ്ലൂട്ടോണിയം ഉൽപ്പാദിപ്പിക്കുന്നതിലേക്ക് നയിച്ചേക്കാവുന്ന പ്രവർത്തനങ്ങൾ പരിമിതപ്പെടുത്തിക്കൊണ്ട് ഇറാൻ തങ്ങളുടെ ആണവ പരിപാടി നിയന്ത്രിക്കാൻ സമ്മതിച്ചിരുന്നു. എന്നാൽ അത് ഇതുവരെയും അവർ നിറവേറ്റിയിട്ടില്ലെന്നാണ് യൂറോപ്യൻ രാജ്യങ്ങൾ വാദിക്കുന്നത്. എന്നാൽ ഈ വാദങ്ങൾ പലപ്പോഴും ഇറാൻ നിഷേധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, സമാധാനപരമായ ആണവോർജ്ജത്തിനുള്ള ഇറാന്റെ അവകാശത്തെ പിന്തുണച്ചുകൊണ്ട് റഷ്യയും സംസാരിച്ചിരുന്നു. യൂറോപ്യൻ രാജ്യങ്ങളുടെ നടപടികൾ പ്രകോപനപരവും നിയമവിരുദ്ധവുമാണെന്ന് വിശേഷിപ്പിച്ചുകൊണ്ടായിരുന്നു റഷ്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം. ആയുധശേഷിയുമായി ബന്ധപ്പെട്ട് പുതിയ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ച ഘട്ടത്തിൽ തന്നെയാണ് റഷ്യയുമായി സഹകരിക്കാനുള്ള നീക്കം എന്നതും ശ്രദ്ധേയമാണ്. ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിനൊപ്പം ഹൈബ്രിഡ് കോഗ്നിറ്റീവ് യുദ്ധങ്ങളെ നേരിടാനുള്ള സന്നദ്ധത ഞങ്ങൾ കൈവരിക്കും. ആഗോള ശക്തികൾക്കെതിരെ പ്രതികാരം ചെയ്യുമെന്നും ഇറാന്റെ സായുധ സേനാ മേധാവി മേജർ ജനറൽ അബ്ദുൾ റഹീം മൗസവ പ്രഖ്യാപിച്ചിരുന്നു. അമേരിക്കയെയും ഇസ്രയേലിനെയും ലക്ഷ്യമിട്ടാണ് ഇറാന്റെ ഈ നീക്കമെന്നാണ് വിലയിരുത്തലുള്ളത്. മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഇസ്രയേലുമായുള്ള സംഘർഷത്തിൽ ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾക്ക് നാശനഷ്ടം വന്നതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇസ്രയേലിന് പിന്നാലെ അമേരിക്കയും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് വ്യോമാക്രമണം നടത്തിയിരുന്നു. ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ തകർത്തുവെന്ന് ഇതിന് പിന്നാലെ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി റിപ്പോർട്ടും ചെയ്തു. ഇതിലൊന്നും ഇറാൻ ഭയപ്പെടുന്നില്ലെന്നും അമേരിക്കയ്ക്കും ഇസ്രയേലിനും പല തന്ത്രപരമായ സർപ്രൈസുകളും ഒരുക്കിയിട്ടുണ്ടെന്നുമാണ് അബ്ദുൾ റഹീം മൗസവി പറഞ്ഞത്. എല്ലാ ഭീഷണിയും ആഗോളവേദിയിൽ തങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കാനും പ്രദർശിപ്പിക്കാനുമുള്ള അവസരമായി കണക്കാക്കുന്നുവെന്നും മൗസവി പറഞ്ഞു. ഇറാനുമായുള്ള യുദ്ധം എപ്പോൾ വേണമെങ്കിലും പുനരാരംഭിച്ചേക്കാമെന്ന് ഇറാനിയൻ പാർലമെന്റിന്റെ ദേശീയ സുരക്ഷാ വിദേശനയ കമ്മീഷൻ അംഗം ഫദാ ഹുസൈൻ മല്ലേഗി പറഞ്ഞതും ഈ ഘട്ടത്തിൽ പ്രധാനമാണ്. ഈ നിലയിൽ അമേരിക്കയോടും ഇസ്രയേലിനോടും വിട്ടുവീഴ്ചയില്ലെന്നും പ്രതികാരം ചെയ്യുമെന്നും പലപ്പോഴായി ഇറാനിയൻ ഭരണകൂടം പറഞ്ഞിട്ടുമുണ്ട്. അതിനാൽ ആണവ വിഷയത്തിലെ റഷ്യ ഇറാനിയൻ സഹകരണത്തിന് നിലവിലെ സാഹചര്യത്തിൽ നിരവധി മാനങ്ങളുണ്ട്.